അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇന്ത്യയിലെ പല ഫോറസ്റ്റുകളും പല ടൈപ്പിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഗ്രീനർ ആയിട്ടുള്ള, കുറച്ചുകൂടി വെറ്റർ ആയിട്ടുള്ള, ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ ഇപ്പോൾ നോർത്തേൺ സൈഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെൻട്രൽ ഇന്ത്യ ആ പാർട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള വെജിറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ ഇന്ത്യ ഹാവിങ് ഡിഫറെൻറ്റ് റെയിൻഫോൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുമ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്സ് ആണ് ഓരോ സ്ഥലങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യകാലം മുമ്പ് തന്നെ, ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് ഫോറസ്റ്റ് ടൈപ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊരു ഒരു ധാരണയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും പല ഫോറസ്റ്റുകളാണ്, ഒരു സ്ഥലത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമുക്ക് ഫോറസ്റ്റ് ടൈപ്പുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അങ്ങനെ വന്നപ്പോഴാണ് 1968 ചാമ്പ്യൻ ആൻഡ് സേത്ത് എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിലെ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് മെയിൻലി ബേസ്ഡ് ഓൺ ക്ലൈമറ്റ്, സോയിൽ ആൻഡ് വെജിറ്റേഷൻ, മൂന്ന് മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് അവർ ഇന്ത്യയിലെ ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. 1968 ആ ഒരു സിസ്റ്റം വരുന്നത്. അത് ചാമ്പ്യൻ ആൻഡ് സേത്ത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നുണ്ട്. അവർ ഏകദേശം ഒരു 16-20 ടൈപ്സ് ആയിട്ട് ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. മെയിൻ ആയിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്സ് ഇന്ത്യയിൽ കാണുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും ഓരോന്നായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ, ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡിയസ്, ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡിയസ്, ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ, മൊണ്ടൈൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, സബാൽപൈൻ ആൻഡ് ആൽപൈൻ ഫോറസ്റ്റ്, ലിറ്ററൽ ആൻഡ് സാം ഫോറസ്റ്റ്, സ്ക്രബ് ആൻഡ് തോണി ഫോറസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ടായിരിക്കും ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആർദ്ര നിത്യഹരിത വനങ്ങൾ എന്ന്. അതായത് വെറ്റായിട്ടുള്ള കംപ്ലീറ്റ് എല്ലാ ഇയർ റൗണ്ട് ആയിട്ട് എവർഗ്രീൻ ആയി കിടക്കുന്ന ഫോറസ്റ്റുകളെയാണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, വെസ്റ്റേൺ ഗാർഡ്സ്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഗാർഡ്സിൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പിന്നെ എവിടെയായിരിക്കും മിക്കവാറും കാണുന്നുണ്ടാവുക? നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, ഈ മേഘാലയ പോലുള്ള, അല്ലെങ്കിൽ അസം, അരുണാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം മഴ കിട്ടുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ അവിടെ വെറ്റായിരിക്കും, ഹ്യൂമിഡ് ആയിരിക്കും. ആ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫോറസ്റ്റുകളെയാണ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഹൈ റെയിൻഫാൾ ഹാവിങ് ഗ്രേറ്റർ ദാൻ 250 സെൻറ്റിമീറ്റർ പെർ ഇയർ. ഈ കേരളത്തിലെ പിന്നെ റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ 300 സെൻറ്റിമീറ്റർ ആണ് ഒരു വർഷം. ഏകദേശം 300 സെൻറ്റിമീറ്റർ, 3 മീറ്ററോളം മഴയാണ് നമുക്ക് ഒരു വർഷം ഇവിടെ കിട്ടുന്നത്. അതേപോലെ ആ ഒരു കാലാവസ്ഥയിൽ ഏകദേശം 250 സെൻറ്റിമീറ്റർ എങ്കിലും മഴ ഒരു വർഷത്തിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നത്. അതുപോലെ തന്നെ ഹൈ ഹ്യൂമിഡ് ആയിരിക്കും. നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള, മിസ്റ്റി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും ആ ഒരു ഫോറസ്റ്റിൽ ഉണ്ടാകുന്നത്. അതുപോലെ വാം ടെമ്പറേച്ചർ ആയിരിക്കും. പകല് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും, രാത്രിയിലാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഹ്യൂമിഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് കുറവായിരിക്കും. ഇപ്പോൾ പകലൊരു 32 ഡിഗ്രി സെൽഷ്യസ് വരെ പോവുമെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ 20-23 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുള്ളൂ. അതിനേക്കാളും താഴാൻ സാധ്യതയില്ല. അപ്പോൾ അതാണ് ഈ ഒരു വാം ടെമ്പറേച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് വെസ്റ്റേൺ ഗാർഡ്സ്, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ സ്പീഷീസ് മെയിനായിട്ട് നമ്മൾ ബ്രോഡ് ലീവ് ട്രീസ് എന്നാ പറയാം. നിങ്ങൾ പിന്നെ പൈൻ മരങ്ങളുടെ ലീഫ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൈൻ മരങ്ങളിൽ നീഡിൽ ലീവ്സ് എന്ന് നമ്മൾ പറയാം. അതായത് നമ്മൾ നീഡിൽ പോലെ ഇരിക്കുന്ന ലീവ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഈ പൈൻ മരങ്ങളിൻ്റെ ലീഫിൽ നിന്ന്, അതായത് ജിംനോസ്പേം ലീഫിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ബ്രോഡ് ലീഫ്, നമ്മൾ നാട്ടിൽ കാണുന്ന ചെടികൾക്കുള്ള പോലെ കുറച്ചുകൂടി ബ്രോഡ് ലീഫ് ആയിട്ടുള്ള ട്രീസാണ് ഇത്തരം ഫോറസ്റ്റുകളിൽ കാണുന്നത്. പൈൻ മരങ്ങളൊന്നും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇവിടെ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രോഡ് ലീവ്ഡ് ട്രീസ് അല്ലെങ്കിൽ ബ്രോഡ് ലീവ്ഡ് ഫോറസ്റ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. എപ്പോഴും എവർഗ്രീൻ ആയിരിക്കും. എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മരങ്ങൾ ത്രൂ ഔട്ട് ഇയർ ആയിട്ട് ഗ്രീനായി കാണും. ഒരിക്കലും ഒരു സീസണിൽ പോലും ഇല പൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. നോർമലി മരങ്ങളെല്ലാം ഇല പൊഴിക്കും, ശരിയാണ്. പക്ഷെ കംപ്ലീറ്റ് മരവും ഇല പൊഴിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഫോറസ്റ്റിൽ ഉണ്ടാകുന്നില്ല. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ഒരു ഫോട്ടോ. നമ്മുടെ മൂന്നാർ ഹിൽസിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കംപ്ലീറ്റ് ആയിട്ട് എവർഗ്രീൻ ആണ്. അതിൽ മിസ്റ്റി ആയിട്ടുള്ള, ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും.
ഓക്കെ, മൂവിങ് ഓൺ. അടുത്ത പറയാൻ പോകുന്നത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. ഡെസിഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇല പൊഴിയുന്ന കാടുകൾ. ഇല പൊഴിക്കും കാടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചില സമയത്ത് വർഷത്തിലുള്ള ചില മാസങ്ങളിൽ അവിടെയുള്ള മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ കൊഴിച്ച് കളയും, അതായത് ഷെഡ് ചെയ്യും. ആ സമയത്ത് പുതിയ ഇലകളൊന്നും ആ മരങ്ങൾക്ക് വരില്ല. ഇതിനെയാണ് നമ്മൾ ഡെസിഡ്യൂസ് ട്രീ, അല്ലെങ്കിൽ അത് കാണുന്ന ഫോറസ്റ്റുകളെയാണ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ക്ലൈമറ്റ് കാരണം ഭയങ്കരമായിട്ട് ഡെസിക്കേഷൻ ചിലപ്പോൾ ഈ ട്രീസിനുണ്ടാവാം. നമുക്കറിയാം, ട്രീസ് മണ്ണിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ലീഫിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യും. ചില സമയത്ത് അവിടെയുള്ള ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ കാരണം ഈ ലീഫിലേക്ക് കൊണ്ടുവരുന്ന വാട്ടർ ട്രാൻസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് കൂടി അറ്റ്മോസ്ഫിയറിലേക്ക് എവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സീസണിൽ ഭയങ്കരമായിട്ടുള്ള വെള്ള ലഭ്യത കുറവായിരിക്കും സോയിലിൽ, മാത്രമല്ല ട്രാൻസ്പിറേഷൻ വേഗത ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ട്രീസ് അഡോപ്റ്റ് ചെയ്യുന്നൊരു അഡാപ്റ്റേഷനാണ് ഈ ഡെസിഡ്യൂസ് ആയിട്ടുള്ള നേച്ചർ കാണിക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഇലകളെ ഉണ്ടാവില്ല. ഇലകൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഈ പിന്നെ ട്രാൻസ്പിറേഷൻ നടന്നിട്ട് വെള്ളം ലീക്കാവുന്ന അല്ലെങ്കിൽ ലോസ് ആവുന്ന ഒരു പ്രോസസ്സ് നടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു അഡാപ്റ്റേഷനാണ് ഡെസിഡ്യൂസ് ട്രീസിൽ ഉണ്ടാകുന്ന, അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന. അപ്പം അങ്ങനെ കാണുന്ന മരങ്ങളെയാണ്, കാടുകളെയാണ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഗാർഡ്സിൻ്റെ റീജിയണിൽ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് ആ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ കാണുന്നുണ്ട്. വെസ്റ്റേൺ ഗാർഡിൻ്റെ തന്നെ ലോവർ സ്ലോപ്സിൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. വെറ്റ് എവർഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പിന്നെ മഴകൾ കിട്ടുന്ന അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നത്. നേരെ മറിച്ച് അതിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള, കുറച്ചുകൂടി ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് വരുമ്പോഴത്തേക്കും, മഴകൾ കുറയുന്ന സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെയുള്ള കാടുകൾ കുറച്ചുകൂടി മാറിയിട്ട് എന്താവും, ഡെസിഡ്യൂസ് നേച്ചറായിട്ട് മാറും. ലോവർ സ്ലോപ്സ് ഓഫ് ദ ഹിമാലയാസിൽ ഇത് കാണുന്നുണ്ട്. ഇവരുടെ റെയിൻഫോളിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 to 250 സെൻറ്റിമീറ്റർ ആണ്. കുറച്ചുകൂടി കുറഞ്ഞ റെയിൻഫോൾ റീജിയൻസിലാണ് ഇത് കാണുന്നത്. ഇവർക്കൊരു ഡിസ്റ്റിങ്ക്റ്റ് ഡ്രൈ സീസൺ കൂടി ഉണ്ടാവും. ഡിസ്റ്റിങ്ക്റ്റ് ഡ്രൈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സമ്മർ സീസൺ അല്ലെങ്കിൽ ഈ പിന്നെ മൺസൂൺ സീസൺ പോലെയുള്ള 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സീസൺ ഇതിനുണ്ടാവും. ഇവിടെ കാണുന്ന മെയിൻ സ്പീഷീസാണ് ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തേക്ക്. അതുപോലെ തേക്കിൻ്റെ, നമ്മുടെ നാട്ടിൽ തേക്ക് കാണുന്നത് പോലെ സെൻട്രൽ ഇന്ത്യയിൽ കാണുന്ന ഒരു മരമാണ് സാൽ എന്ന് പറയും. ഈ സാൽ മരം തേക്കിൻ്റെ അതേ ഒരു എക്കോളജിക്കൽ ഇക്വലൻ്റ് ആണെന്നാണ് നമ്മൾ പറയാം. അതായത് ഇവിടെ ടീക്ക് കാണുമ്പോൾ സെൻട്രൽ ഇന്ത്യയിൽ സാല് കാണുന്നു. അപ്പോൾ ടീക്ക്, സാല്, ശിഷം എന്ന് പറയുന്നത് നമ്മുടെ ഈട്ടിയുടെ ഒരു സ്പീഷീസാണ്. നമ്മുടെ ഈട്ടിയുടെ ഒരു സ്പീഷീസാണ് ശിഷം. അതും സെൻട്രൽ ഇന്ത്യയിൽ കാണുന്നൊരു മരമാണ്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ മരങ്ങളൊക്കെ ടീക്ക് അറിയാം. ഒരു സമയമാകുമ്പോഴത്തേക്ക് ടീക്ക് ഇല കൊഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഈ എല്ലാ ട്രീസും എന്താ പറയുക, ഒരു ഡെസിഡ്യൂസ് നേച്ചർ കാണിക്കുന്ന മരങ്ങളാണ്. അപ്പം ഈ മരങ്ങളാണ് ഈ കാടുകളിൽ കാണുക. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്ന സ്പീഷീസ് ഈ ഫോറസ്റ്റുകളിൽ കാണില്ല. സോ ഇതാണ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയിരിക്കും, ഡെസിഡ്യൂസ് നേച്ചർ കാണിക്കുന്ന ട്രീസ് ആയിരിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന സമയത്ത് അത്രയും ഇല പോയിച്ചിട്ടില്ല, പക്ഷേ കുറച്ചുകൂടി സമയമാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് എല്ലാം ഷെഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നേക്കഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും ഫോറസ്റ്റ് കംപ്ലീറ്റ്ലി. ഇത് ഞങ്ങളുടെ ഒരു ഫീൽഡിൽ പോയ സമയത്ത് എടുത്ത ഒരു ഫോട്ടോയാണ് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ. അടുത്താണ് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫോറസ്റ്റുകളാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഡ്രൈ ആണ്. നേരത്തെ നമ്മൾ മോയിസ്റ്റ് ഡെസിഡ്യൂസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മോയിസ്റ്റ് ഡെസിഡ്യൂസിൽ ഈ പറയുന്ന റെയിൻഫോളിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 100 to 250 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും 50 to 100 സെൻറ്റിമീറ്റർ. കുറച്ചുകൂടി റെയിൻഫോൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ, കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ട്രീസ് കുറച്ചുകൂടി അഡാപ്റ്റഡ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പോലും ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ മോയിസ്റ്റ് ഡെസിഡ്യൂസിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണെങ്കിലും ഇത്തിരി മോയിസ്റ്റ് ആണത്, കുറച്ചുകൂടി ഹ്യൂമിഡ് ആണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഓവിങ് ടു ദ ഫാക്ട് ദാറ്റ് ലോവർ റെയിൻഫോൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കും. അതിനെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയും.
ഇത് മെയിനായിട്ട് ലാർജ് പാർട്ട് ഓഫ് സെൻട്രൽ ആൻഡ് സദേൺ ഇന്ത്യ, സെൻട്രൽ ഇന്ത്യയിലും സദേൺ ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി ഡെക്കാൻ പ്ലാറ്റൂടെ ഒക്കെ ഭാഗത്ത് ഭയങ്കര റെയിൻഫോൾ കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഈ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് മെയിനായിട്ട് കാണുന്നത്. ഈ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 50 to 100 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പ്രസിപ്പിറ്റേഷൻ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ കാടുകളൊക്കെ ഹൈലി പ്രോൺ ടു ഫയേഴ്സ് ആണ്. ഈ ഫയർ സീസണിലൊക്കെ, അതായത് കുറച്ചുകൂടി ഡ്രൈ സീസണിലൊക്കെ ആകുമ്പോഴത്തേക്കും ലീഫ് ലിറ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഫ്ലോറിൽ കിടക്കുകയായിരിക്കും. അപ്പോൾ ചെറിയൊരു ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ആളി കത്താനുള്ള സാധ്യത ഈ ഫോറസ്റ്റുകൾക്കുണ്ട്. അതുപോലെ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്പീഷീസിൻ്റെ കൂടെ സാലിൻ്റെ കൂടെ ടെൻഡു, പലാഷ് ആൻഡ് മഹുവ ട്രീസൊക്കെ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിൽ കാണുന്ന ട്രീസാണ്. ഈ ടെൻഡു എന്ന് പറയുന്നത് നിങ്ങൾ ഈ നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സിൽ, അതായത് ടിമ്പർ അല്ലാത്ത ഫോറസ്റ്റിലെ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിൽ ടെൻഡുയുടെ ഒരു എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ബീഡി ലീവ്സ് എന്നൊക്കെ പറയും. പണ്ട് ആൾക്കാർ ബീഡി തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ടെൻഡു എന്ന് പറയുന്ന ട്രീയുടെ ലീഫായിരുന്നു. പലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാഷ് അല്ലെങ്കിൽ പലാഷ് എന്ന് പറയും. ഒരു ഓറഞ്ച് കളറ് പൂക്കണ ഒരു ചെടിയാണ്. ഈ പലാഷ് എന്നുള്ള ട്രീ എന്നാണ് നമ്മൾ പ്ലാസി എന്നുള്ള പേര് വന്നത്. പ്ലാസി എന്നുള്ള സ്ഥലത്ത് പലാഷ് എന്നുള്ള ട്രീസ് ധാരാളം കാണുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാസി യുദ്ധം എന്നുള്ള പേര് വരാൻ കാരണം ഈ പലാഷ് ട്രീസിൻ്റെ ഒക്കറൻസസ് കൊണ്ടാണ്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ മഹുവ ട്രീ എന്ന് പറയുന്നത് ഒരു മഹോണിയ എന്ന് പറയുന്ന ഒരു ജീനസിലുള്ള സ്പീഷീസാണ്. ഈ മഹുവ ട്രീയുടെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ആൾക്കാർ വാറ്റി ചാരായം ഉണ്ടാക്കും ഈ സെൻട്രൽ ഇന്ത്യയിൽ. അത് ചില ട്രൈബ്സിന് അവരുടെ ഒരു ഡ്രിങ്കായിട്ട് അവർ നമ്മൾ ടീയും കോഫിയൊക്കെ കഴിക്കുന്ന പോലെ മഹുവ ഫ്ലവർ ഉണ്ടാക്കിയ വാറ്റാണ് സെൻട്രൽ ഇന്ത്യയിൽ ചില ട്രൈബ്സൊക്കെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ കുടിക്കാൻ കൊടുക്കുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഇതാണ് ഒരു ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കും, ലീഫ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്കവിടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഡെസിക്കേറ്റിംഗ് ഫീൽ വരുന്നൊരു ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറച്ചുകൂടി സിമ്പിളാണ്. കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ, ഡ്രയർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഭൂപ്രകൃതിയിലാണ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകൾ കാണുക. നെക്സ്റ്റ് വരുന്ന ഫോറസ്റ്റാണ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. സെമി എവർഗ്രീൻ, ആ പേര് പറയുന്നത് പോലെ തന്നെ എവർഗ്രീൻ അല്ല, എന്നാലും ഡെസിഡ്യൂസും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഫോറസ്റ്റ് ടൈപ്സ് ആണ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റുകളെ നമ്മൾ ഡെസിഡ്യൂസ് ഫോറസ്റ്റിൻ്റെയും എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെയും ട്രാൻസിഷണൽ സോണിൽ കാണുന്ന ഫോറസ്റ്റ് ആയിട്ടും പറയാറുണ്ട്. ഇപ്പം നമ്മൾ പൊതുവെ വെസ്റ്റേൺ ഘാട്ടിൽ നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ മിക്കവാറും ആദ്യം എൻകൗണ്ടർ ചെയ്യുന്നത് മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളായിരിക്കും. കുറച്ചുകൂടി മഴ കുറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റുകളെയാണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുക ആദ്യമായിട്ട്. പിന്നീട് നമ്മൾ പതുക്കെ ഹില്ലിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും പതുക്കെ ഈ ഫോറസ്റ്റിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് ഈ മരങ്ങൾ ആദ്യം ഇല പൊഴിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇല പൊഴിക്കുന്ന മരങ്ങളും കുറച്ച് എവർഗ്രീൻ ആയിട്ടുള്ള നിത്യഹരിത വനങ്ങളും കാണാൻ തുടങ്ങും. നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലാണ് ഇതിനെ നമ്മൾ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി നമ്മൾ മല കയറി മേലേക്ക് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, ഈ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് മാറിയിട്ട് ആ ഡെസിഡ്യൂസ് ട്രീസൊക്കെ മാറിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എവർഗ്രീൻ ട്രീ ആയിട്ട് മാറും. ആ കംപ്ലീറ്റ് ആയിട്ടുള്ള എവർഗ്രീൻ ട്രീ ആകുമ്പോഴാണ് ആ ഫോറസ്റ്റിനെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. So these forests occupy a transition zone between tropical wet evergreen forest and dry deciduous forest. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഗാഡ്സിൽ വരുന്നുണ്ട്, ഈസ്റ്റേൺ ഗാഡ്സിൽ വരുന്നത്. ഈസ്റ്റേൺ ഗാഡ്സിലും എവർഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റും ഡ്രയർ ആയിട്ടുള്ള ട്രാക്റ്റുകളും വരുമ്പോൾ അവിടെ എന്തായാലും ഒരു ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു ട്രാൻസിഷൻ സോൺ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈസ്റ്റേൺ ഗാഡ്സിലും കാണുന്നുണ്ട്. അതുപോലെ ഫുഡ് ഹിൽസ് ഓഫ് ദി ഹിമാലയാസിലും ഈ പറയുന്ന സെമി എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നുണ്ട്. അവർക്ക് ക്ലൈമറ്റ് നോക്കുമ്പോൾ ലോവർ റെയിൻഫോൾ ആണ്. ഈ പറയുന്ന പോലെ മോയിസ്റ്റ് ഡെസിഡ്യൂസിൻ്റെയും എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെയും ഇടയിൽ വരുന്നൊരു ആൾക്കാരായതുകൊണ്ട് ഒരു 200 ± 500 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിഫറൻസസ് ആയിരിക്കും ഇതിൻ്റെ റെയിൻഫോളിൽ ഉണ്ടാവുക. അതുപോലെ സ്പീഷീസ് നോക്കുകയാണെങ്കിൽ മിക്സ് ഓഫ് എവർഗ്രീൻ ആൻഡ് ഡെസിഡ്യൂസ് ട്രീസ് ആണ്, ഇൻക്ലൂഡിങ് ടീക്ക്, സാൽ ആൻഡ് ബാംബു. ടീക്ക് നമ്മൾ ഡെസിഡ്യൂസിൻ്റെ സ്പീഷീസ് ആയിട്ട് പറഞ്ഞു, ടീക്കും സാലും. അതുപോലെ എവർഗ്രീനിൽ കാണുന്ന 2 സ്പീഷീസുകളും ഇതിൻ്റെ മിക്സ് ആയിട്ട് കാണും. അപ്പോൾ എന്താണ് ഈ ഫോറസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ട്രീസിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. ട്രീസ് ഡെസിഡ്യൂസ് ട്രീസ് ആണെങ്കിൽ അതിനെ ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. കംപ്ലീറ്റ് എവർഗ്രീൻ ട്രീസ് ആണെങ്കിൽ അതിനെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഇനി എവർഗ്രീൻ ട്രീസും ഉണ്ട് ഡെസിഡ്യൂസ് ട്രീസും ഉണ്ട്, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൊണ്ടൈൻ ടെമ്പറേറ്റ് ഫോറസ്റ്റുകളെ കുറിച്ചിട്ടാണ്.
മൊണ്ടൈൻ ടെമ്പറേറ്റ്, മൊണ്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ മൗണ്ടെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൗണ്ടെയിനിയസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ. നമ്മളിപ്പോൾ പറയുമ്പോൾ വെസ്റ്റേൺ ഗാട്ട്സിൽ മൗണ്ടെയിൻസ് ഉണ്ട്, അവിടെയൊക്കെ എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നെങ്കിൽ നമ്മൾ പറയുമെങ്കിലും കുറച്ചുകൂടി ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോഴത്തേക്കും ഈ എവർഗ്രീൻ ഫോറസ്റ്റുകളുടെ സ്വഭാവം പതുക്കെ മാറാൻ തുടങ്ങും. ഇങ്ങനെ മാറിയിട്ട് ചില സ്ഥലങ്ങളിൽ ആ ഭയങ്കര ഉയരത്തിൽ മാത്രം കാണുന്ന മരങ്ങൾ അവിടെ കാണും. ആ മരങ്ങൾ എവർഗ്രീൻ ഫോറസ്റ്റിൽ, കുറച്ചുകൂടി താഴേക്കുള്ള എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണില്ല. പകരം മലകളുടെ ടോപ്പിലുള്ള മൗണ്ടെയിൻ ഫോറസ്റ്റുകളിലാണ് ഇത് കാണുക. ഇത്തരം ഹാബിറ്റാറ്റുകളെ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇത് കാണും, അതുപോലെ ഹിമാലയൻ റീജിയൻസിലും കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് ടെമ്പറേറ്റ് എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുക, അതിൻ്റെ ക്ലൈമറ്റ് ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ട്രോപ്പിക്സിൽ കാണുമെങ്കിൽ പോലും ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും. ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു നമ്മൾ എന്താ പറയുക, ഹിമാലയാസിൽ പോയ പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി പോളാർ റീജിയൻസിൽ, പോളാർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയ പോലെയുള്ള ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത്രയും ആൾട്ടിറ്റ്യൂഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിന് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഹിമാലയാസിലാണ്. 1000 to 3000 മീറ്ററാണ്, 1000 to 3000 മീറ്റർ കാണുന്ന അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് ഈ മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഹിമാലയാസിൽ കാണുന്നത്. അതുപോലെ നീലഗിരി ഹിൽസ് ഇൻ സൗത്ത് ഇന്ത്യ, നമ്മുടെ ഇവിടെ വെസ്റ്റേൺ ഗാട്ട്സിൽ നീലഗിരി ഹിൽസിൻ്റെ ഭാഗങ്ങളിൽ 2000 മീറ്റർ വരെ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഹിൽസ് പോകും. 2000 മീറ്റർ. ഇപ്പോൾ നീലഗിരി ഹിൽസിൻ്റെ കൂടെ തന്നെ പളനി ഹിൽസിലും, നമ്മുടെ മൂന്നാർ ഹിൽസ്, പളനി ഹിൽസ്, അതുപോലെ പെരിയാർ ഹിൽസ്, പെരിയാർ സാങ്ച്വറി ഒക്കെ നിങ്ങൾക്കറിയാം, പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ നിങ്ങൾക്കറിയാം. ആ ഭാഗങ്ങളിലൊക്കെ കാണുന്ന മലകൾ 2000 മീറ്ററോ 2500 മീറ്റർ ഒക്കെ പോകും. ഇപ്പോൾ ആനമുടിയുടെയൊക്കെ കേസിൽ 2695 മീറ്റർ വരെ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റിൽ പോകുമ്പോഴത്തേക്കും ഈ ഹിൽസ് എന്തായി മാറും, കുറച്ചുകൂടി ഒരു മൗണ്ടെയിൻ, ഒരു കംപ്ലീറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ളതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി അഡാപ്റ്റീവ് ആയിട്ടുള്ള, ടെമ്പറേച്ചറിന് അഡാപ്റ്റീവ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിലും ഈ ഒരു ഫോറസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അഡാപ്റ്റഡ് ടു കൂളർ ടെമ്പറേച്ചേഴ്സ് ആണ് ഇവിടെയുള്ള ട്രീസ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ റെയിൻഫോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹൈ റെയിൻഫോൾ ആയിരിക്കും, മോഡറേറ്റ് ടു ഹൈ റെയിൻഫോൾ. അതായത് വെസ്റ്റേൺ ഗാട്ട്സിൽ തന്നെ അപ്പർ റീച്ചസിൽ നല്ല റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണുക. പക്ഷേ ടെമ്പറേച്ചർ ഭയങ്കര കുറവായതുകൊണ്ടാണ് ഒരു മൗണ്ടെയിൻ ഫോറസ്റ്റ് ആയിട്ട് മാറുന്നത്. ഇതിൻ്റെ സ്പീഷീസ് മെയിനായിട്ട് നിങ്ങൾ ആ സ്പീഷീസിൻ്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾ പണ്ട് തൊട്ട് ചിലപ്പോൾ കേൾക്കുന്ന പേരുകളായിരിക്കും. ദേവദാർ അല്ലെങ്കിൽ ഡിയോഡാർ എന്ന് പറയുന്ന സ്പീഷീസുകൾ, പൈൻ എന്ന് പറയുന്ന സ്പീഷീസുകൾ, ഓക്കുകൾ, അതുപോലെ റോഡോഡെൻഡ്രോൺ എന്നുള്ള പേര് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. സോ റോഡോഡെൻഡ്രോൺ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്പീഷീസാണ് റോഡോഡെൻഡ്രോൺ. ഇവരൊക്കെ കാണുന്നത് ഒരു നല്ല ഹൈറ്റിൽ മാത്രം. ഇവർ എവർഗ്രീൻ ആണ്, ഈ ട്രീസൊക്കെ എവർഗ്രീൻ ആണ്. പക്ഷേ എവർഗ്രീൻ ഫോറസ്റ്റിൽ, വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൽ ഇവർ കാണില്ല. പകരം കുറച്ചുകൂടി മേലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ മരങ്ങളൊക്കെ കാണുക. സോ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ആൻഡ് ഷോല ഗ്രാസ്ലാൻഡ്സ്. ഈ നമ്മുടെ വെസ്റ്റേൺ ഗാട്ടിൽ മാത്രം കാണുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു ഹാബിറ്റാറ്റാണ്. അവിടെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോഴത്തേക്കും അവിടെ നല്ല ഫ്രോസ്റ്റ് ആയിരിക്കും. ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലൊക്കെ നല്ല തണുപ്പ് കാരണം അവിടെയുള്ള വാട്ടർ വേപ്പേഴ്സ് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അങ്ങനെ ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പല ട്രീസിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ അവിടെ ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റുമായിരിക്കും രാത്രിയിൽ. ഈ കാറ്റത്തും അതുപോലെ ലോ ടെമ്പറേച്ചറിലും സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാസ്ലാൻഡ് ഹാബിറ്റാറ്റ് ആയിരിക്കും. ഗ്രാസസ് ആണ് അവിടെ സർവൈവ് ചെയ്യുക. കാരണം നല്ല ഹെവി വിൻഡ് ആയതുകൊണ്ട് മരങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ടും ബ്രേക്ക് ആയി പോകും അവരുടെ ബ്രാഞ്ചസ്, അല്ലെങ്കിൽ മെയിൻ ട്രങ്കിനും ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഗ്രാസസ് ആണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് ഈ ഗ്രാസസ് സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രാസ്ലാൻഡ് ആയിട്ട് മാറും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹിൽ റേഞ്ച് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ട് ഹില്ലിൻ്റെ ഇടയിൽ ക്രിവിസസിൽ അവിടെയാണ് പലപ്പോഴും ഫോറസ്റ്റുകൾ ഉണ്ടായിട്ട് വരിക. ഇപ്പോൾ ഈ ഫോട്ടോ നമ്മളെടുത്തിരിക്കുന്ന അഗസ്ത്യാർകൂടം, നമ്മുടെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നാണ്. അവിടെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് റേഞ്ചസിലാണ് ഈ ഒരു ഗ്രാസ്ലാൻഡ്സ് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇരുവിള നാഷണൽ പാർക്കിൻ്റെ വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ആനമുടി, സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്കാണ്. 2695 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇരുവിള നാഷണൽ പാർക്കാണ്. ഈ ഇരുവിള നാഷണൽ പാർക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ് ലാൻഡ്സ് ആണ്. ഈ ഭാഗത്തൊക്കെ ഗ്രാസ് ലാൻഡാണ്. അവിടെ 2300, ഇവിടെയൊക്കെ 2300
മീറ്റർ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അത്രയും ഹൈറ്റ് വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടി, ഫ്രോസ്റ്റ് കൂടി, വിൻഡിൻ്റെ സ്പീഡ് ഭയങ്കര കൂടുതലായി. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ട്രീസിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാണ്ടായി. എന്നിട്ട് ട്രീസ് എവിടെയാണ് ശരിക്കും ഉണ്ടാകുന്നത്? ഈ മലയുടെ ഇടുക്കുകളിൽ. അവിടെ കുറച്ചുകൂടി വിൻഡിൻ്റെ പ്രഷർ അല്ലെങ്കിൽ വിൻഡിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും. അവിടെ മാത്രമല്ല, ഈ രണ്ട് മലകളുടെ ഇടയിലേക്ക് കുറച്ചുകൂടി നിങ്ങൾ നോർമലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മഴ പെയ്യുകയാണെങ്കിൽ മഴ പെയ്തിട്ട് മിക്കവാറും ഈ വെള്ളമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ മലയുടെ ക്രെവിസസിലായിരിക്കും. എന്നിട്ട് അത് ചാല് പോലെ ഒഴുകിയിട്ട് താഴേക്ക് വന്നിട്ട് സ്ട്രീമായിട്ട് ഒഴുകും. അപ്പോൾ ഈ ക്രെവിസസിൽ മോയ്സ്ചറിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, അതുപോലെ വിൻഡിൻ്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് പലപ്പോഴും കുഞ്ഞു കുഞ്ഞു മരങ്ങൾ സ്പ്രൗട്ട് ചെയ്ത് വരിക. അങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ട് ഒരു ഗ്രൂപ്പായി മാറുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുമ്പോൾ അവർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും. അങ്ങനെ കുറച്ചുകൂടി ലാർജർ ട്രീസ് ആയിട്ട് മാറും. അപ്പോൾ ഇത് കണ്ടോ, ഈ ക്രെവിസസിലാണ് ഈ കാടുകളുള്ളത്. ഇങ്ങനെയുള്ള കാടുകളെയാണ് നമ്മൾ ഷോല ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയും. ഇതിനെ റോളിംഗ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയും. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്രാസ് ലാൻഡ്സ് ആണ് ഇതിനെ റോളിംഗ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു യുണീക്ക് എക്കോസിസ്റ്റം വെസ്റ്റേൺ ഘാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഷോല എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മൗണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ മൗണ്ടെയിൻ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വെറ്റ് ആയതുകൊണ്ട് അവിടെ നല്ല റെയിൻഫോൾ ആണല്ലോ. സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റോഡോഡെൻഡ്രോൺ ട്രീസ്. നമ്മളിതിൻ്റെ മലയാളത്തിൽ കാട്ടുപൂവരിശം എന്നൊക്കെ പറയാം. റോഡോഡെൻഡ്രോൺ ട്രീസ് ആണ്. ഇത് നല്ല ആൾട്ടിറ്റ്യൂഡ് പോയാലേ കാണുള്ളൂ. നമ്മൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നോർമലി ഒരു 500-600 മീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. നല്ല എവർഗ്രീൻ ഫോറസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെയും നമ്മൾ മേലേക്ക് കൂടി പോകുമ്പോഴത്തേക്കും ഒരു 900 മീറ്റർ 1000 മീറ്റർ ഒക്കെ എത്തുമ്പോഴത്തേക്കും 1700 ഒക്കെ ആകുമ്പോഴത്തേക്കും പതുക്കെ ഇതിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നതിൽ ഒരു എക്സാമ്പിളാണ് ഈ റോഡോഡെൻഡ്രോൺ സ്പീഷീസുകൾ. അത്രയും ആൾട്ടിറ്റ്യൂഡ് വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന റോഡോഡെൻഡ്രോണുകളൊക്കെ കാണുക. അവർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അഡാപ്റ്റീവ് ആയിട്ടുള്ള, പിന്നെ നല്ല തിക്കായിട്ടുള്ള ലീവ്സുകളും, പിന്നെ ലോ മോയ്സ്ചർ കണ്ടന്റ്, അതായത് മോയ്സ്ചർ ട്രാൻസ്പിറേഷൻ ലോസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെയാണ് അവരുടെ ലീഫിനുള്ളത്. നല്ല ഭംഗിയുള്ള പൂവാണ് ഇവർക്ക് ഉണ്ടാവുക. ഇതിനെ റോഡോഡെൻഡ്രോൺ എന്ന് പറയും, കാട്ടുപൂവരിശ്. ഈ വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഈ സ്പീഷീസ് വെസ്റ്റേൺ ഗട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഹിമാലയാസിൽ മാത്രമാണ്. ഹിമാലയാസിൻ്റെയും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു കംപ്ലീറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ. ഡെക്കൻ പ്ലാറ്റോവും പിന്നെ ഗാൻജറ്റിക് പ്ലെയിൻസും ഒക്കെയുള്ള വലിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിലൊന്നും ഈ സ്പീഷീസ് ഇല്ല. പകരം വെസ്റ്റേൺ ഘാട്ടിലും ഹിമാലയാസിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഈ രണ്ടാൾക്കാർ, പിന്നെ ഇവിടെ ഒരു കസിൻ ഉണ്ട്, അവിടെ വേറൊരു കസിൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പണ്ട് ഈ ഒരു എൻറ്റയർ ഹാബിറ്റാറ്റ് കണ്ടിന്യൂസ് ആയിരുന്നു എന്നൊക്കെയുള്ള ഹൈപ്പോത്തസിസ് പലപ്പോഴും നടക്കുന്നുണ്ട്. സത്പുര ഹൈപ്പോത്തസിസ് എന്നൊക്കെ അതിന് പറയും. നമ്മളതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, റോഡോഡെൻഡ്രോൺ ആർബോറിയം എന്ന് പറയുന്ന സ്പീഷീസ് ഹിമാലയാസിലും ഉണ്ട്, വെസ്റ്റേൺ ഘാട്സിലും ഉണ്ട്. ഓക്കെ, ഇതാണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നീലക്കുറിഞ്ഞി എന്ന് പറയും. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഷോല ഗ്രാസ് ലാൻഡ്സിലെ ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആയിട്ടൊക്കെ നമുക്ക് പറയാം. അവിടെയുള്ള ഹാബിറ്റാറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്, അതിൻ്റെ ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ് സ്ട്രോബൈലാന്തസ് സ്പീഷീസ്. സ്ട്രോബൈലാന്തസ് എന്ന് പറയുന്നത് കുറേ സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അത് നമ്മൾ കുന്തിയാന എന്ന് പറയുന്ന സ്പീഷീസാണ് നീലക്കുറിഞ്ഞി. ഇത് 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുക. അപ്പോൾ അതിൽ 12 വർഷത്തിലൊരിക്കൽ എന്ന് പറയുമ്പോൾ ആ പ്ലാന്റ് സീഡായിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് പ്ലാന്റായി 12 വർഷം എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മെച്യൂർ ആവാനും ഫ്ലവർ ചെയ്യാനും. പക്ഷേ ഈ പറയുന്ന പോലെ പിന്നെ വേറെയും കുറേ സ്ട്രോബൈലാന്തസ് സ്പീഷീസുകളുണ്ട്. ഈ സ്ട്രോബൈലാന്തസ് സ്പീഷീസുകളിലൊക്കെ എല്ലാത്തിനും പ്രത്യേകത പലതും പല സമയത്താണ് പൂക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രോബൈലാന്തസ് സീലിയേറ്റസ് എന്നുള്ളൊരു സ്പീഷീസ് ഉണ്ട്. അത് 4 വർഷം കൂടുമ്പോഴാണ് പൂക്കുക. ഓരോ 4 വർഷത്തിലും പൂക്കും. അങ്ങനെ 7 വർഷത്തിൽ പൂക്കുന്ന സ്പീഷീസ് ഉണ്ട്, 14 വർഷത്തിൽ പൂക്കുന്ന സ്പീഷീസ് ഉണ്ട്. ചില സ്പീഷീസ് നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷെ അത് എപ്പോഴാണ് പൂക്കുന്നതെന്ന് പോലും അറിയില്ല. പൂത്ത് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ഥലത്ത് സ്ട്രോബൈലാന്തസിൻ്റെ ഒരു പൂ കണ്ടു, പിന്നെ നെക്സ്റ്റ് ഇതേ പ്ലാന്റ് തന്നെ വീണ്ടും പൂക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് എത്രത്തോളം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റാത്ത സ്ട്രോബൈലാന്തസ് സ്പീഷീസുകൾ വെസ്റ്റേൺ ഗട്ട്സിലുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. നമ്മൾ സബ് ആൽപൈൻ ആൻഡ് ആൽപൈൻ ഫോറസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് പിന്നെയും കൂടുമ്പോൾ ഒരു 2000-3000 മീറ്റേഴ്സിൻ്റെ ഒക്കെ പിന്നെയും മേലേക്ക് കൂടുമ്പോഴത്തേക്കും അവിടെയുള്ള ഹാബിറ്ററ്റ് എന്താവും? എക്സ്ട്രീം കോളായിട്ട് മാറും, ഐസി ആയിട്ട് മാറും, ഫ്രോസ്റ്റ് ആയിട്ട് മാറും. അപ്പം ഇത്രയും അഡാപ്റ്റേഷൻസ് ഒക്കെ ഉള്ള ഇതിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് മാത്രമേ ആ ഒരു ആൾട്ടിറ്റ്യൂഡിൽ സർവൈവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സ്പീഷീസിൻ്റെ കമ്മ്യൂണിറ്റി, ആ ഒരു ഫോറസ്റ്റിനെയാണ് നമ്മൾ സബ് ആൽപൈൻ അല്ലെങ്കിൽ ആൽപൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സബ് ആൽപൈൻ ഉണ്ടാവും,
പിന്നെയും ഹൈറ്റ് പോകുമ്പോഴാണ് ആൽപൈൻ ഫോറസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഹൈ ഹിമാലയാസ് എബോവ് 3000 മീറ്റർ. നമ്മുടെ ഇന്ത്യയിൽ വേറെ എവിടെയും 3000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലങ്ങളില്ല ഹിമാലയാസ് അല്ലാതെ. അപ്പോൾ ഹിമാലയാസിലാണ് സബ് ആൽപൈൻ ആൻഡ് ആൽപൈൻ ഫോറസ്റ്റ് കാണുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ക്ലൈമറ്റ് പറയുമ്പോൾ എക്സ്ട്രീം കോൾഡ് ആൻഡ് ഹെവി സ്നോഫോൾ ഉള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഹിമാലയാസിലെ സബ് ആൽപൈൻ ആൻഡ് ആൽപൈൻ ഫോറസ്റ്റിൻ്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. സ്പീഷീസ് എന്ന് മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ജൂനിപ്പേഴ്സ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ് ജൂനിപ്പേഴ്സ്, സിൽവർ ഫിർ, ബേർച്ച് ആൻഡ് റോഡോഡെൻഡ്രോൺസ്. നമ്മൾ ഈ റോഡോഡെൻഡ്രോൺ അവിടെയും അത്ര ആൾട്ടിറ്റ്യൂഡിലും സർവൈവ് ചെയ്യാൻ കാപ്പബിലിറ്റിയുള്ള മരമാണ്. എക്സ്ട്രീം കണ്ടീഷൻസിനെ സർവൈവ് ചെയ്യും. ഇതാണ് നമ്മൾ ജൂനിപ്പർ എന്നുള്ള സ്പീഷീസ്. നിങ്ങൾക്കിത് അറിയുന്ന ഒരു സ്പീഷീസാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന സ്പീഷീസാണ് ജൂനിപ്പർ. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്, ഒരു പിൻ ചെയ്ത മണത്തൊക്കെ ഒരു സ്മെല്ലൊക്കെ ഉള്ള, ലീഫിനുള്ള ഒരു അരോമാറ്റിക് ആയിട്ടുള്ള സ്മെല്ലുള്ള ഒരു ചെടിയാണിത്. ജൂനിപ്പറിൻ്റെ തന്നെ പല സ്പീഷീസുകളുണ്ട്. ഇതിൽ വൺ ഓഫ് ദ സ്പീഷീസാണ് നമ്മൾ ഗാർഡനിൽ വളർത്തുന്നത്. അതുപോലെ സിൽവർ ഫിർ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീ ഇല്ലേ, ക്രിസ്മസ് ട്രീ ആണ് ഈ ഫിർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിർ കുറേ സ്പീഷീസ് ഓഫ് ഫിർ ഉണ്ട്, അതിൽ സിൽവർ ഫിർ ആണ് ഈ കാണുന്നത്. ബേർച്ച് എന്ന് പറയുന്നൊരു സ്പീഷീസ് ഉണ്ട്. ബേർച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ഈ പേരക്കയോടൊക്കെ സാമ്യതയുള്ള തൊലി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരമുണ്ട്, അതാണ് ബെർച്ച് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് സബ് ആൽപൈൻ ആൻഡ് ആൽപൈൻ ഫോറസ്റ്റിൽ കാണുന്ന മരങ്ങളാണ്. നെക്സ്റ്റ് വരുന്ന ഫോറസ്റ്റ് ആണ് ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ സ്വാമ്പ് എന്ന് പറഞ്ഞാൽ ചതുപ്പുകളാണ്. ഈ ചതുപ്പുകളിൽ കാണുന്ന ഫോറസ്റ്റുകളെയാണ് ലിറ്ററൽ ആൻഡ് സ്വാമ്പ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് മെയിൻ ഫോറസ്റ്റ് ടൈപ്സിനായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാംഗ്രൂവ് ഫോറസ്റ്റുകളായിരിക്കും. നമ്മുടെ കായലിലും പിന്നെ തീരത്തോടൊക്കെ ചേർന്ന് എസ്റ്റുറിയിലൊക്കെ കാണുന്ന മാംഗ്രൂവ് ഫോറസ്റ്റുകളും മാംഗ്രൂവ് ഫോറസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസിനെയാണ് നമ്മൾ പൊതുവെ ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് ഡെൽറ്റാസ് ആണ്. ഇന്ത്യയിൽ കാണുന്ന കോസ്റ്റ് ആൻഡ് ഡെൽറ്റാസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, അതുപോലെ എസ്റ്റുറീസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റുകൾ കാണുന്നത്. അതുപോലെ ക്ലൈമറ്റ്, ടൈഡൽ ആക്ടിവിറ്റി ആൻഡ് സലിനിറ്റി. ഈ ക്ലൈമറ്റ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് ആയതുകൊണ്ട്, അതുപോലെ ഡെൽറ്റാസ് ആയതുകൊണ്ട് അവിടെ ടൈഡൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ടുണ്ടോ. അപ്പോൾ ഈ ടൈഡൽ ആക്ടിവിറ്റി, ഈ ഫ്രീക്വൻറ്റ് ഇനുണ്ടേഷൻ സർവൈവ് ചെയ്യാൻ പാകത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഈ ഇവിടുത്തെ ഫോറസ്റ്റുകൾക്ക് ഉള്ളത്. അതുപോലെ സലൈനമായിരിക്കുമല്ലോ, അവിടുത്തെ എൻവയോൺമെൻറ്റ് നല്ല ഹൈലി സലൈനമായിരിക്കും, ബ്രാക്കിഷ് ആവാം. അപ്പോൾ ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ നമ്മുടെ ഈ ഫോറസ്റ്റുകൾക്കുണ്ട്. സ്പീഷീസ് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാംഗ്രൂവ്സ്, അതുപോലെ പാംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള കോക്കനട്ട് തന്നെ. കോക്കനട്ട് ഇന്തോനേഷ്യയിലാണ് കോക്കനട്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് കോക്കനട്ട് എങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വഴിയാണ്, കടൽ വഴിയാണ്. പിന്നെ അതിൻ്റെതായിട്ടുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾ തേങ്ങ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടുണ്ട്, ആ തൊണ്ട് വെള്ളത്തിലിട്ട് പിന്നെ തേങ്ങ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കും. അപ്പോൾ ലോകത്തിൽ ഇന്തോനേഷ്യയിൽ പിന്നെ ഒറിജിനേറ്റ് ചെയ്ത കോക്കസ് ന്യൂസിഫറ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിയത് കടൽ വഴി വിത്ത് വിതരണം നടത്തിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ ഐലൻഡിലേക്കും പോയി പിന്നെ അതിൻ്റെ ഷോറിൽ അടിഞ്ഞ് അവിടെ നിന്ന് തെങ്ങായി വളർന്നു. അപ്പോൾ ലോകത്തിൽ പല പാംസും മാംഗ്രൂവ്സ് ഒക്കെ കോസ്റ്റിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ ഡെൽറ്റ അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റുറൈൻ ഹാബിറ്റാറ്റിലാണ് കാണുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അവർക്ക് എല്ലാവർക്കും ഒരു സലൈൻ പിന്നെ എൻവയോൺമെൻറ്റ് തരണം ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. സോ ഇതാണ് പിന്നെ നമ്മുടെ ഇത് കാസർഗോഡ് നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. ഈ പറയുന്ന ഇതൊക്കെ മാംഗ്രൂവ്സ് ആണ്. ഈ പുറകിൽ കാണുന്നത് മാംഗ്രൂവ്സ് ആൻഡ് മാംഗ്രൂവ് അസോസിയേറ്റ് ആണ്. ഇവിടെ കാണുന്നതാണ് പാംസ് അസോസിയേറ്റ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറയുന്ന അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് വെറ്റ്നസ് കൂടുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്ന സമയത്തൊക്കെയുള്ള വെജിറ്റേഷൻ ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. നമ്മളിനി കുറച്ചുകൂടി ഡ്രയർ ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എവർഗ്രീൻ ഫോറസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ കുറച്ചുകൂടി ഡ്രയർ ആകുമ്പോൾ എന്തായി, അത് മോയിസ്റ്റ് ഡിസിഡസ് ഫോറസ്റ്റ് ആയിട്ട് മാറി. കുറച്ചുകൂടി ഡ്രയർ ആകുമ്പോൾ അത് ഡ്രൈ ഡിസിഡസ് ആയിട്ട് മാറി. അപ്പോൾ ഇനിയും ഡ്രയർ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹാബിറ്ററ്റ് ഇന്ത്യയിലുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ പറയുന്ന ആരിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ആരിഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി ഡ്രയർ ഏരിയാസ് ആണ്. അവിടെയും സ്പീഷീസ് സർവൈവ് ചെയ്യുന്നുണ്ട്. അവിടെയും ഒരു ഫോറസ്റ്റ് ടൈപ്സ് സ്പീഷീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. These forests are characterized by thorny trees and shrubs adapted to arid conditions. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ ഡ്രയർ പാർട്സ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ പ്ലാറ്റോ,
രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്, ഈ സ്ഥലങ്ങളാണ് മെയിനായിട്ട് തോൺ അല്ലെങ്കിൽ എന്താണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ക്ലൈമറ്റ് പറയുമ്പോഴത്തേക്കും ലോ റെയിൻഫോൾ, വെരി ലോ റെയിൻഫോൾ ആണ്. 25 to 50 സെൻറ്റിമീറ്ററുള്ള വളരെ കുറഞ്ഞ റെയിൻഫോൾ കാണുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം ഫോറസ്റ്റുകൾ കാണുന്നത്. ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ആൻഡ് പ്രൊലോങ്ഡ് ഡ്രൈ സീസൺ, ഭയങ്കര കുറഞ്ഞ റെയിൻസ് ആയിരിക്കും. വളരെ വർഷത്തിൽ എപ്പോഴെങ്കിലും കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന റെയിൻസ് മാത്രമേ അതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇത്. സ്പീഷീസ് മെയിനായിട്ടും അക്കേഷ്യ, പ്രൊസോപ്പിസ് ആൻഡ് സിസിഫസ്, ഓൾ നോൺ ഫോർ ദ തോണി ഡിഫൻസസ്. ഇവർക്കൊക്കെ ഒരു തോണി സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. എന്തിനാണ് ഈ തോണി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്ത് ഈ തോൺസ് എന്ന് പറയുന്നത് സ്പൈൻസ് അല്ലെങ്കിൽ ലീഫിൻ്റെ അഡാപ്റ്റേഷൻസ് ആയിരിക്കും. ചില സ്പീഷീസുകൾക്ക് ലീഫ് ഉണ്ടാവില്ല, പകരം തോണായിട്ടത് മാറിയിട്ട് എന്താണ് ഡിഫൻസസിന് വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ സ്പീഷീസിൻ്റെ പേരുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അക്കേഷ്യ, പ്രോസോപ്പിസ് ആൻഡ് സിസിഫസ്. പ്രോസോപ്പിസ് ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സ്പീഷീസാണ്. സിസിഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മൾ ഈ ചന്തയിലൊക്കെ ചില സമയത്ത് വാങ്ങിക്കാൻ കിട്ടും. ഒരു ചുവന്നൊരു നെറ്റിൻ്റെ അകത്ത് ഒരു കുഞ്ഞു നമ്മൾ നുകിരിപ്പഴം എന്നൊക്കെ പറയും. നമ്മുടെ ഈ ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു സാമ്യമുള്ളൊരു പഴമാണ്, ഒരു പച്ച കളറിലിരിക്കുന്ന. അത് സിസിഫസ് എന്നുള്ള സ്പീഷീസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കും. ജുജൂബ എന്നൊക്കെ നമ്മൾ പറയും അതിനെ കോമൺ ആയിട്ട്. അപ്പോൾ ഇതാണ് ഈ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത് കണ്ടില്ല, ഇത് സെമി എരിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എരിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഇവർക്ക് എല്ലാവർക്കും ഒരു തോണി ഡിഫൻസ് ഉണ്ടാവും. അത് തോണി ഡിഫൻസസ് ഉണ്ടാവും വേറൊരു കാരണം കൂടിയുണ്ട്, ഹെർബിവോറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആകെ വെള്ളം ഇച്ചിരി ഉള്ളൂ. അവിടെ സർവൈവ് ചെയ്യുന്ന ട്രീസിനെ വീണ്ടും ഹെർബിവോഴ്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. ഈ ഹെർബിവോറി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോൺസ്. അതും ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ തോൺസ് വാട്ടറിൻ്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു ഡിഫെൻസ് ആയിട്ടും ഇവർ ഉപയോഗിക്കാറുണ്ട് മരങ്ങൾ. അപ്പോൾ നമുക്ക് അടുക്കാനേ പറ്റില്ല അവരുടെ അടുത്തേക്ക്. അതിനെ പിന്നെ വെട്ടാനോ അല്ലെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഇനി ജസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ഫോറസ്റ്റ് ടൈപ്സ് അക്രോസ് ഇന്ത്യ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് പറയാം. ഇത്രയും പോർഷനാണ് വെസ്റ്റേൺ ഗട്ട് ഇരിക്കുന്നത്. ഈ വെസ്റ്റേൺ ഗട്ടിൽ ഈ സെൻട്രലിലേക്ക് കൂടി പോകുന്ന ഈ റെഡിഷ് ആയിട്ടുള്ള ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഈ ഒരു സോണാണ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. ഇനി അതിൻ്റെ ഈ ഇവിടെയും കാണും നമുക്ക് ഒരു ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ പാച്ച്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ലൈറ്റർ ഗ്രീൻ ആയിട്ടുള്ള കളർ ഉണ്ടല്ലോ, വളരെ തിന്നായിട്ടുള്ള ഈ ഒരു സ്ഥലം, ഈ സ്ഥലത്തിനാണ് നമ്മൾ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സെൻട്രൽ പോർഷനിൽ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ കാണുന്നത്? നിങ്ങൾക്കറിയാം, അവിടെയൊക്കെയാണ് മൗണ്ടൈൻ റേഞ്ചസ് വരുന്നത്. മൗണ്ടൈൻ റേഞ്ചസ് വരുമ്പോഴത്തേക്കും നല്ല ഹ്യൂമിഡ് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റും കാണാം, പക്ഷേ ഭയങ്കര കുറഞ്ഞ സ്ഥലങ്ങളായതുകൊണ്ട് ഈ മാപ്പിൽ അത് കാണാത്തതാണ്. ഈ സെൻട്രൽ പോർഷൻസിലാണ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉള്ളത്. ഇതിന് താഴേക്ക് പോകുമ്പോഴത്തേക്ക് എന്താകും, ആൾട്ടിറ്റ്യൂഡ് കുറയാൻ തുടങ്ങും, അല്ലെങ്കിൽ ടെമ്പറേച്ചറും അല്ലെങ്കിൽ അത് ഹ്യൂമിഡിറ്റി ഒക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. അങ്ങനെ ഹ്യൂമിഡിറ്റി പതുക്കെ കുറയുമ്പോൾ ഈ ഭാഗത്തേക്ക് എന്തായി മാറും, ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ആയിട്ട് മാറും. ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ. ഇതിൻ്റെയും പിന്നെയും താഴേക്ക് പോകുമ്പോഴെന്താവും, കുറച്ചുകൂടി ഡ്രയർ ട്രാക്സുകളാണ് വരിക. അവിടെയാണ് നമ്മൾ ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റുകൾ കാണുന്നത്. സോ ഇതാണ് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പോർഷൻ. ഇനി നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിന് ഒരു വിൻഡ്വാർഡ് സൈഡും ഉണ്ട്, ലീവാർഡ് സൈഡും ഉണ്ട്. ഈ ഭാഗത്തേക്ക് മൺസൂൺ കാറ്റുകൾ ഇങ്ങനെ വീശുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് എന്താ സംഭവിക്കുക, ഇവിടെയൊക്കെ കുറച്ചുകൂടി മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെയാണ് റെയിൻ ഷാഡോ റീജിയൻ. ഈ റെയിൻ ഷാഡോ റീജിയനിൽ കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ കാണുന്നത് ഈ കാണുന്ന ഒരു മജന്ത കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് കാണുന്നത്, ഈ മജന്ത ഈ ഭാഗത്ത്. അപ്പോൾ ഇന്ത്യയിൽ നോക്കി ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റിനാണെന്ന് നിങ്ങൾക്ക് ഈ മാപ്പ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി റെഡിഷ് ആയിട്ടുള്ള ഈ ഭാഗം, അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ഗുജറാത്തിൻ്റെ ഒക്കെ ഈ റെഡിഷ് ആയിട്ടുള്ള ഭാഗത്താണ് ഏരിഡ് ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ തോൺ ഫോറസ്റ്റുകൾ കാണുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കും. നിങ്ങൾ ഈ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കണ്ടപ്പോൾ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഇനി കാണുന്നത് ഇത് ഈ ഒരു ഭാഗത്താണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ ഈ ഒരു ഭാഗത്ത് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നുണ്ട്. ഈ ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഈ ഭാഗത്തൊക്കെ കാണുന്നത്
നമുക്ക് കളർ നോക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഇത് സബ് ട്രോപ്പിക്കൽ പൈൻ ഫോറസ്റ്റുകളും സബ് ട്രോപ്പിക്കൽ ബ്രോഡ് ലീവ്ഡ് ഹിൽ ഫോറസ്റ്റുകളുമാണ്. ഈ മാപ്പിൽ ആ കളേഴ്സ് അത്രയും എവിഡൻ്റ് അല്ല, എന്നാലും ഇത് വെറ്റ് എവർഗ്രീൻ അല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. സോ ഇവിടെയൊക്കെ കാണുന്നത് ഈ സബ് ആൽപൈൻ ആൽപൈൻ ഫോറസ്റ്റുകളിലുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതിൻ്റെ അകത്തും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഈ കോസ്റ്റൽ റീജിയൻസിൽ കാണുന്ന ഈ ബ്ലൂയിഷ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ലിറ്ററൽ ആൻഡ് സാം ഫോറസ്റ്റുകൾ. കണ്ടോ, ഗുജറാത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ധാരാളം ലിറ്ററൽ ആൻഡ് സാം ഫോറസ്റ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് മുംബൈയുടെ, അതുപോലെ ആന്ധ്രയുടെ ഭാഗത്ത്, തമിഴ്നാടിൻ്റെ ഭാഗത്ത്, ഇവിടെ കണ്ടില്ലേ സുന്ദർബൻസിൻ്റെ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത്, ഒഡീഷയുടെ ഭാഗത്ത്, ഇവിടെയൊക്കെ ഭിത്തരകണിക മാംഗ്രോവ്സ് എന്നൊക്കെ പറയും. ഈ ഭാഗത്തൊക്കെ എന്താ പറയുക, ലിറ്ററൽ ആൻഡ് സാം ഫോറസ്റ്റുകളും ധാരാളമായിട്ടുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ, നമ്മൾ ഈ ഡിഫറെൻറ്റ് ഫോറസ്റ്റ് ടൈപ്സ് ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ്, ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 40% ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. അത് 18.47% വരും. അത് കഴിഞ്ഞ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, അത് ഏകദേശം ഒരു 10% അടുത്ത് വരും. നമ്മളത് പിന്നെ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 13 നമ്മൾ 40% എടുക്കാം. ഏറ്റവും കൂടുതൽ ഡ്രൈ ഡെസിഡസ് ആയിട്ടുള്ള 40%, നെക്സ്റ്റ് വരുന്ന മോയിസ്റ്റ് ഡെസിഡസ് 20%, അതിൻ്റെ പകുതി. പിന്നെ വരുന്ന സെമി എവർഗ്രീൻ ഫോറസ്റ്റ് അതിൻ്റെയും പകുതിയാണ്, 10% ആണ്. വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു 2.5% മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2.7, ക്ലോസ് ടു 3. അത് മനസ്സിലാക്കിയിരിക്കുക. വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്ക് നോർത്ത് ഈസ്റ്റേണിലും അതുപോലെ വെസ്റ്റേൺ ഗട്ട്സിലാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ ആൻഡമാനിലും ഉണ്ട് കുറച്ച്. അപ്പോൾ അത് ആകെ ഒരു 2.7% ഒക്കെ വരുന്നുള്ളൂ. അതുപോലെ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ഉണ്ട്, ക്ലോസ് ടു 2%. സബാൽപൈൻ ഫോറസ്റ്റ് ക്ലോസ് ടു 2%. ലിറ്ററൽ ആൻഡ് സാം ഫോറസ്റ്റ് 0.77%. ഈ പെർസെൻറ്റേജ് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഈ നമ്പേഴ്സ് കാര്യമായിട്ട് നോക്കണ്ട. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഏറ്റവും കൂടുതൽ ഏതാ, ഏറ്റവും കുറവ് ഏതാ, ഇതിൻ്റെ ഇടയിലൊക്കെ ഏതാ. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേറ്റീവ് മെഷർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. UPSCക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഇത് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്രോണോളജി അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചോളൂ. നമുക്ക് വായിക്കാം. ഇൻ ഇന്ത്യ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഈസ് ടീക്ക് എ ഡൊമിനൻറ്റ് ട്രീ സ്പീഷീസ്? നമ്മൾ പറയുന്ന ടീക്ക് ഈ കാണുന്ന ഫോറസ്റ്റുകളിൽ ഏതിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡ്യൂസ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ സ്ക്രബ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഫോറസ്റ്റ് വിത്ത് ഗ്രാസ് ലാൻഡ്സ്. ടീക്ക് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന മരമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെസിഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല പൊഴിക്കുന്ന മരമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഈ 4 ഓപ്ഷനിൽ എവിഡൻ്റ് ആണ് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്: അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മിസോറാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഡു ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ? വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് എവിടെയാണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്ന 3 മെയിൻ റീജിയൻസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാട്ട്സ് ആണ്, പിന്നെ കാണുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്, അത് കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിലാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ കാണുന്ന സ്റ്റേറ്റ്സിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കി, അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്, അവിടെ പോസിബിൾ ആണ് വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ഹിമാചൽ ഒരു ഹിമാലയൻ സ്റ്റേറ്റ്സ് ആണ്, അവിടെ കുറച്ചുകൂടി ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് അവിടെ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവാം, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ഹിമാചലിൽ കാണാനുള്ള സാധ്യത കുറവാണ്. മിസോറാം ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്, അവിടെയും നമ്മുടെ ഈ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നുണ്ട്. സോ അവർ ആൻസർ ഈസ് 1 and 3, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് യു ട്രാവൽ ത്രൂ ദ ഹിമാലയാസ്, യു ആർ ലൈക്ലി ടു സീ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ആർ നാച്ചുറലി ഗ്രോയിങ് ദെയർ? ഹിമാലയാസിൽ കൂടി പോകുന്ന സമയത്ത് നാച്ചുറലി കാണുന്ന സ്പീഷീസ് അല്ലെങ്കിൽ പ്ലാന്റ് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്ക്, റോഡോഡെൻഡ്രോൺ, സാൻഡൽവുഡ്. ഈ 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബാൽപൈൻ അല്ലെങ്കിൽ ആൽപൈൻ ഫോറസ്റ്റിൽ കാണുന്ന ഓക്ക് അല്ലെങ്കിൽ റോഡോഡെൻഡ്രോൺ, ഇവർ 2 പേരും ഹിമാലയാസിൽ നമ്മൾ പോകുന്ന സമയത്ത് ധാരാളം കാണാൻ പറ്റും. സാൻഡൽവുഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സാൻഡൽവുഡ് ഒരു ഡെസിഡസ് ട്രീ ആണ്, അല്ലെങ്കിൽ ഡെസിഡസ് ഫോറസ്റ്റ് കുറച്ചുകൂടി ഡ്രയർ സ്പീഷീസ് ആയിട്ടുള്ള ട്രീ ആണ് സാൻഡൽവുഡ്. നമ്മുടെ നാട്ടിലും ധാരാളമായിട്ട് സാൻഡൽവുഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഹിമാലയാസിൽ പോകുന്ന സമയത്ത് സാൻഡൽവുഡ് കാണാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. സോ ഓപ്ഷൻ 1 and 2.
Option A is the correct answer. Which one of the following regions of India has a combination of mangrove forest, evergreen forest and deciduous forest? Mangrove forest കാണണമെങ്കിൽ അതൊരു കോസ്റ്റൽ റീജിയൻ ആയിരിക്കണം. എവർഗ്രീൻ ഫോറസ്റ്റ് കാണുന്നത് വെസ്റ്റേൺ ഗാഡ്സിലും നോർത്ത് ഈസ്റ്റിലും ആൻഡമാനിലാണെന്ന് പറഞ്ഞല്ലോ. deciduous ഫോറസ്റ്റ് കാണുന്നത് എവർഗ്രീൻ ഫോറസ്റ്റിന് ക്ലോസ് ആയിട്ട് തന്നെ ഫ്രിഞ്ചസിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റാണ് deciduous ഫോറസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നോർത്ത് കോസ്റ്റൽ ആന്ധ്രാപ്രദേശ് അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എവർഗ്രീനും ഡെസിഡ്യൂസും നോർത്ത് കോസ്റ്റൽ ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധ്യത കുറവാണ്. നോർത്ത് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഈ പറയുന്ന പോലെ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ് ഡൊമിനന്റ്. സദേൺ സൗരാഷ്ട്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡ്രയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ്, ആൻഡമാൻ ആൻഡ് നിക്കോബറിൽ മാംഗ്രൂവ് ഉണ്ട്, എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെസിഡ്യൂസ് ഫോറസ്റ്റും ആൻഡമാൻ ആൻഡ് നിക്കോബറിൽ കാണുന്നുണ്ട്. സോ ഈ 4 ഓപ്ഷനിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ട്രീസ്. ജാക്ക് ഫ്രൂട്ട് നമ്മുടെ പ്ലാവ്. മഹുവ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മധൂക്ക ഇൻഡിക്ക. നേരത്തെ നമ്മൾ മഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഇന്ത്യയിലെ ട്രൈബ്സ് അവർ ടീക്കും കോഫിക്കൊക്കെ പകരം ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഇതിൻ്റെ പൂവ് ഇട്ട് വാറ്റിയ ഡ്രിങ്ക് ആണ്. സോ മഹുവ. ആൻഡ് ടീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടെക്ടോണ അല്ലെങ്കിൽ തേക്ക്. ഈ 3 ട്രീസിൽ ഏതൊക്കെയാണ് ഡെസിഡ്യൂസ് ട്രീസ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ നോർമൽ നിങ്ങളുടെ കോമൺ സെൻസിൽ നമ്മുടെ തൊടിയിൽ നാട്ടിൽ കാണുന്ന പ്ലാവ് എവർഗ്രീൻ ആണോ ഡെസിഡ്യൂസ് ആണോ? നിങ്ങൾ എപ്പോഴെങ്കിലും പ്ലാവ് മുഴുവൻ ഇലയില്ലാണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്ലാവ് എപ്പോഴും ഇല പൊഴിക്കും, ധാരാളമായിട്ട് ഇല പൊഴിക്കും. പക്ഷേ ഇല പൊഴിക്കുമ്പോഴൊക്കെയും മെയിൻ പാരന്റ് ട്രീയിൽ ധാരാളം ഗ്രീൻ ലീവ്സ് അപ്പോഴും ഉണ്ടാവും. അപ്പോൾ ത്രൂ ഔട്ട് ഇയറിൽ എവർഗ്രീൻ ആയിട്ടിരിക്കുന്ന ഒരു ട്രീ ആണ് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 എന്തായാലും വരില്ല. മഹുവയും ടീക്ക് ഡെസിഡ്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മഹുവ നേരത്തെ കാണുന്ന ഡ്രൈ ഡെസിഡ്യൂസും മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ആയിട്ടുള്ള ഫോറസ്റ്റിലാണ് മഹുവ കാണുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് മഹുവയും ഈ പറയുന്ന ഡെസിഡ്യൂസ് ട്രീ ആയിരിക്കും. സോ 2 and 3 ആണ് ഡെസിഡ്യൂസ് ട്രീ ആയിട്ട് വരിക. ഓൺലി 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. നമ്മൾ നേരത്തെ ഇന്ത്യയിൽ കാണുന്ന ഫോറസ്റ്റുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. എത്ര ടൈപ്പ് ഫോറസ്റ്റുകൾ, ഏതൊക്കെയാണ് മേജർ ടൈപ്സ് ഓഫ് ഫോറസ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഫോറസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ് അസസ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഫോറസ്റ്റുകളെ കുറിച്ചിട്ടുള്ള അസസ്മെൻറ്റ് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടിൻ്റെ പേര്. ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 അവസാനമായിട്ട് ഇന്ത്യ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കീഴിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയാണ് ഈ ISFR ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും 2021 ഇതിനു മുന്നേ, 2019 അതിനു മുന്നേ, അങ്ങനെ ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് 2023 വന്നത് 18ാമത്തെ റിപ്പോർട്ടാണ്. നമ്മൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെറാഡൂണിലാണ് 1981 FSA അല്ലെങ്കിൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് ബൈനിയലി പബ്ലിഷ് ചെയ്യുക, അതുപോലെ ഫംഗ്ഷൻ ആസ് എ നോഡൽ ഏജൻസി ഫോർ ജിയോസ്പേഷ്യൽ ഡാറ്റാബേസ് ഓൺ ഫോറസ്റ്റ് റിസോഴ്സസ്. എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് റിപ്പോർട്ടൊക്കെ ചെയ്യുന്നത്? പിന്നെ ജിയോസ്പേഷ്യൽ ടൂൾസ് വെച്ചിട്ട്, സാറ്റലൈറ്റ് ഇമേജറീസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഹെൽപ്പുകൾ, അസസ്മെൻറ്റുകളൊക്കെ ചെയ്യാം, സ്റ്റാഫുകൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ സപ്പോർട്ട് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ഫോറസ്റ്റ് റിസോഴ്സസ് സർവേ, മാപ്പിംഗ് ആൻഡ് ഇൻവെൻട്രി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ഫോറസ്റ്റ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവർക്കൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത് ഫോറസ്റ്റുകൾ? അതായത് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് റിമോട്ട് സെൻസിങ് ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ സാറ്റലൈറ്റ് ഡാറ്റ വെച്ചിട്ട് മെയിനായിട്ട് നമ്മൾ ലിസ്റ്റ് 3 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ റിസോഴ്സാറ്റ് 2, ലിസ്റ്റ് 3 എന്നൊക്കെ നമ്മുടെ ISROയുടെ സാറ്റലൈറ്റ്സ് ആണ്. ഈ റിമോട്ട് സെൻസിങ് ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് അവർ പല രീതിയിലുള്ള പല സ്പെക്ട്രൽ ഇമേജസ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് മെയിനായിട്ട് അസസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അസസ് ചെയ്യുമ്പോൾ എത്രത്തോളം ആക്യുറസി ഉണ്ടാവും, അതിന് ചില ആക്യുറസി ഇഷ്യൂസ് ഉണ്ടാവും. ഈ നമുക്ക് ഇപ്പോൾ GPS തന്നെ അറിയാം, 3 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ആക്യുറസി അതിനുണ്ട്. അപ്പോൾ അതിനകത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സിന് അതിൻ്റെതായിട്ടുള്ള റെസൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡായിട്ട് ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്യും. ഇന്ത്യയിലുള്ള ചില സ്ഥലങ്ങളിൽ പോയിട്ട് കറക്റ്റ് സാറ്റലൈറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത ഫോറസ്റ്റ് ഡാറ്റയും
ഗ്രൗണ്ടിൽ കാണുന്ന ഫോറസ്റ്റ് ഡാറ്റയും തമ്മിൽ അസസ് ചെയ്ത് നോക്കും. എന്നിട്ട് അതൊന്ന് കാലിബ്രേറ്റ് ചെയ്യും. കാലിബ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കുറേ സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഫോറസ്റ്റ് പാച്ചസ് പോയിട്ട് സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ടുള്ളത് കമ്പയർ ചെയ്തിട്ട് ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്യും. അങ്ങനെ ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്ത ഡാറ്റയും സാറ്റലൈറ്റ് ഡാറ്റയും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് നടത്തിയിട്ട് ഫോറസ്റ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഈ പോയിന്റുകളൊക്കെയാണ് ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്ത്. ഇവിടെ കാണുന്ന ഈ റെഡ് അല്ലെങ്കിൽ മജന്ത ഡോട്ടുകളെയാണ് ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്ത പോയിന്റ്. അപ്പോൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളായിട്ട് അവർ ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് ട്രൂത്ത് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത ഡാറ്റയാണ് അവർ റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി അവർ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പല ടെർമിനോളജീസ് ഉണ്ട്. നമ്മൾ ആ ടെർമിനോളജീസ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്താണ് അവർ ഫോറസ്റ്റ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? All patches of land with a tree canopy density of more than 10% and more than 1 hectare in area, irrespective of land use and ownership and species of trees. അതായത് ഒരു സ്ഥലത്ത് ഒരു പാച്ച് ഓഫ് ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 1 ഹെക്ടറിൽ കൂടുതലാണ്. ഈ 1 ഹെക്ടറിൽ കൂടുതലുള്ള ലാൻഡിൽ 10% ഓഫ് കനോപ്പി, ആ കനോപ്പി എന്ന് പറയുന്നത് വൃക്ഷത്തലപ്പിൻ്റെ കവറേജാണ്. എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട് വൃക്ഷത്തലപ്പ് കൊണ്ട്. അപ്പോൾ ആ കനോപ്പി കവറേജ് 10% കൂടുതലാണ്. ഒരു ഹെക്ടർ ഏരിയ ആണെങ്കിൽ അതിന് 10% കൂടുതലും ഫോറസ്റ്റ് കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫോറസ്റ്റ് കവറായിട്ട് കണക്കാക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പ്ലാന്റേഷനും അതുപോലെയുള്ള പ്രൈവറ്റ് ഫോറസ്റ്റുകളും എല്ലാം ഈ ഫോറസ്റ്റ് കവറിൻ്റെ അകത്ത് വരും, ഈ ഡെഫിനിഷൻ്റെ അകത്ത് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ 10% എബോവ് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ 3 തട്ടായിട്ട് തിരിക്കുന്നുണ്ട്. 70 to 100% വരുന്നതിനെ വെരി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. 40 to 70% ആണ് കനോപ്പി കവറെങ്കിൽ അതിനെ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇനി 10 to 40% ആണ് കനോപ്പി കവറെങ്കിലോ നമ്മളതിനെ ഓപ്പൺ ഫോറസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്പൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കനോപ്പി കവറേജ് കുറവുള്ളത്, അതിനേക്കാളും കുറച്ചുകൂടി കൂടുമ്പോൾ മോഡറേറ്റ് ആവും, നല്ല കനോപ്പി കവറേജ് വരുമ്പോഴത്തേക്കും ഡെൻസ് ആവും. സോ ഇതാണ് ഫോറസ്റ്റ് കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ. റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ലാൻഡ്സ് നോട്ടിഫൈഡ് ആസ് ഫോറസ്റ്റ് അണ്ടർ എനി ആക്ട് ഓർ റൂൾസ്. അതായത് നമ്മൾ ആക്ടുകളും നമുക്ക് ഫോറസ്റ്റ് ആക്ടുകളുണ്ട് ഇന്ത്യയിലെ ഫോറസ്റ്റ് ആക്ട് പ്രകാരം പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റുകളുണ്ട്, റിസർവ് ഫോറസ്റ്റുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഫോറസ്റ്റുകളൊക്കെ ഒരു ലാൻഡ് ഓഫ് ഏരിയ ആണ് വിച്ച് ഇസ് പ്രൊക്ലെയിം ടു ബി എ ഫോറസ്റ്റ്. നമ്മുടെ ആക്ട് പ്രകാരം ഇത് ഫോറസ്റ്റ് ലാൻഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഫോറസ്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബിൽഡിങ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബാക്കിയുള്ള അമ്യൂണിറ്റീസൊക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമപ്രകാരം റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. റിസർവ് ഫോറസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായിരിക്കുന്നത്? ബിൽഡിങ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അത് പക്ഷേ ഫോറസ്റ്റ് ആണോ? ഫങ്ഷണലി അതൊരു ഫോറസ്റ്റ് അല്ലെങ്കിലും ലീഗലി അതൊരു ഫോറസ്റ്റ് ആണ്. അപ്പോൾ അത്ര ഏരിയകളാണ് റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കുക. സോ അടുത്തത് ട്രീ കവർ. നമ്മൾ ഫോറസ്റ്റ് കവർ എന്താണെന്ന് പറഞ്ഞു. ഇനി ട്രീ കവർ എന്താണെന്ന് പറയുന്നത്. ട്രീ കവർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് 1 ഹെക്ടറിന് മേലെ 10% കനോപ്പി കൂടുതലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഫോറസ്റ്റ് കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരാത്ത 1 ഹെക്ടറിൽ താഴെയുള്ള ഓൾ പാച്ചസ് ഓഫ് ട്രീസ്, അതായത് നമ്മൾ പറയുമ്പോൾ ഒരു ടൗൺ എടുക്കുകയാണെങ്കിൽ ആ ടൗണിൽ കാണുന്ന അവന്യൂ ട്രീസ്, പാർക്കുകൾ, ആ സ്ഥലങ്ങളൊക്കെ എന്തിൽ വരും? ട്രീ കവർ എന്നുള്ള സ്ഥലങ്ങളിൽ വരും. ഇനി ട്രീസ് ഔട്ട്സൈഡ് ഓഫ് ഫോറസ്റ്റ്. നമ്മൾ നേരത്തെ റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ പറഞ്ഞല്ലോ. ഈ റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയയുടെ അകത്ത് അല്ലാതെ ലീഗൽ ഡെഫിനിഷൻ ഓഫ് ഫോറസ്റ്റിൽ വരാത്ത ബാക്കി സ്ഥലങ്ങളിൽ കാണുന്ന ഫോറസ്റ്റുകൾ, ട്രീസ് ഔട്ട്സൈഡ് ഓഫ് ഫോറസ്റ്റ്. ഓൾ ട്രീസ് ഔട്ട്സൈഡ് ആർ ഫെയർ ഇറസ്പെക്റ്റീവ് ഓഫ് പാച്ച് സൈസ്. 1 ഹെക്ടറിൽ കൂടാൻ കുറയാം. ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ട്രീസ് ഔട്ട്സൈഡ് ഓഫ് ഫോറസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ട്രീ കവർ എന്ന് പറയുന്ന ഭാഗം ട്രീസ് ഔട്ട്സൈഡ് ഓഫ് ഫോറസ്റ്റിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നാഷണൽ ഫോറസ്റ്റ് കവർ ലേറ്റസ്റ്റ് അസസ്മെൻറ്റ് പ്രകാരം ഇന്ത്യയിലെ 1/4, അതായത് 25%, 25.17% ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ അകത്ത് തന്നെ ഫോറസ്റ്റ് കവർ വരുന്ന ഒരു 21%, ട്രീ കവർ എന്ന് പറയുന്നത് ഒരു ക്ലോസ് ടു 3%. ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 25.17 കറക്റ്റ് ആ ഡെസിമൽ പോയിന്റ് അടക്കം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവറിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. 21 അസസ്മെൻറ്റ് പ്രകാരം 23 അസസ്മെൻറ്റിൽ 1445 സ്ക്വയർ കിലോമീറ്ററിൻ്റെ ഇൻക്രീസ് കാണാൻ സാധിച്ചിട്ടുണ്ട്.
അതിൽ മെയിനായിട്ട് ട്രീ കവർ തന്നെയാണ് കൂടിയത്. ഇന്ത്യയിലുള്ള പല അഫോറസ്റ്റേഷൻ ടെക്നിക്സും കൊണ്ടും അവന്യൂ പ്ലാന്റേഷൻ, നഗരവൻ പോലുള്ള പ്രൊജക്ട്സുകളൊക്കെ കാരണം ട്രീ കവർ ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്. ഫോറസ്റ്റ് കവർ അത്രയൊന്നും ഇല്ലെങ്കിലും 156 സ്ക്വയർ കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീഡർ ബോർഡ്സ് ആണ്. ഓരോ ടൈപ്പ് ഓഫ് കാറ്റഗറീസിലും ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് മുന്നിട്ട് നിൽക്കുന്നതാണ് ചോദിക്കുന്നത്. അതിൽ ടോട്ടൽ ഫോറസ്റ്റ് കവറിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഇന്ത്യയിൽ കാണുന്നത് മധ്യപ്രദേശിലാണ്, ഫോളോഡ് ബൈ അരുണാചൽ പ്രദേശ് ആൻഡ് ബൈ ഛത്തീസ്ഗഡ്. ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇൻക്രീസ് ഇൻ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ വരുമ്പോഴോ, രണ്ട് ഫോറസ്റ്റും ട്രീ കവറും കൂടി വരുമ്പോൾ എന്താവും, അത് ഛത്തീസ്ഗഡാണ് കൂടുതൽ, ഫോളോഡ് ബൈ ഉത്തർപ്രദേശ് ആൻഡ് ബൈ ഒഡീഷ. ഇനി പെർസെൻറ്റേജ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ ഒരു സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഫോറസ്റ്റ് ഇരിക്കുന്നതെന്ന് ആ ഒരു കേസ് നോക്കുമ്പോഴത്തേക്ക് ലക്ഷദ്വീപിൽ ഏകദേശം 91% സ്ഥലവും ഫോറസ്റ്റാണ്. ലക്ഷദ്വീപിൽ നമുക്കറിയാം 10-35 ദ്വീപുകളുള്ള ഒരു ഗ്രൂപ്പാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവിടെയുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പിന്നെ ജനവാസമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ 91% ഫോറസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് മിസോറാമിൻ്റെ 85%, ആൻഡമാനിൻ്റെ 82% ഒക്കെ ഫോറസ്റ്റ് ആയിട്ട് മൂടപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ 33% ഫോറസ്റ്റ് കവറിൽ കൂടുതലുള്ള സ്ഥലങ്ങൾ 19 സ്റ്റേറ്റ്സ് ഉണ്ട്. അതുപോലെ 8 സ്റ്റേറ്റ്സിൽ 75% ഓർ മോറാണ് നമ്മുടെ ഫോറസ്റ്റ് കവറിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 സ്റ്റേറ്റ്സ് എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവാം, മിക്കവാറും നോർത്ത് ഈസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ അവർ ഐലൻഡ്സ് ആയിരിക്കും, ആൻഡമാൻ നിക്കോബർ പോലെയുള്ള ഐലൻഡ്സ് ആയിരിക്കും. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇൻക്രീസിങ് ഫോറസ്റ്റ്, നമ്മൾ ഇൻക്രീസിങ് ട്രീസ് പറഞ്ഞു, ട്രീ കവർ പറഞ്ഞു, ഇൻക്രീസിങ് ഫോറസ്റ്റ് കവർ പറഞ്ഞു. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോറസ്റ്റ് കവർ, ടോട്ടൽ ഫോറസ്റ്റ് കവറും ഇൻക്രീസിങ് ഫോറസ്റ്റ് ആൻഡ് ട്രീ കവറുമാണ്. ഇവിടെ പറഞ്ഞ ഇൻക്രീസിങ് ഫോറസ്റ്റ് അലോൺ, ആ കേസിൽ മിസോറാമാണ് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സ്ഥലം, ഫോളോഡ് ബൈ ഗുജറാത്ത് ആൻഡ് ബൈ ഒഡീഷ. ആ എത്രത്തോളം ഫോറസ്റ്റ് ഇൻക്രീസ് വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ അസസ്മെൻറ്റ് വെച്ചിട്ട് എത്രത്തോളം ഇൻക്രീസ് വന്നു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതുപോലെ ചില സ്റ്റേറ്റ്സിൽ ഡിക്രീസും കാണിച്ചിട്ടുണ്ട്. നമ്മൾ മധ്യപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഡിക്ലൈനും സൂചിപ്പിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് ഫോളോഡ് ബൈ കർണാടക ആൻഡ് ഫോളോഡ് ബൈ നാഗാലാൻഡ്. അവിടെയൊക്കെ ഡിക്രീസ് ഇൻ ഫോറസ്റ്റ് ആണ് കഴിഞ്ഞ അസസ്മെൻറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഡ്രൈവേഴ്സ് ഓഫ് ഫോറസ്റ്റ് കവർ ചേഞ്ച്, അഫോറസ്റ്റേഷൻ ഇനീഷ്യേറ്റീവ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പല ഭാഗം നമ്മുടെ പാരീസ് ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻസ് പലതും നമ്മൾ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDCs ടാർഗറ്റിലൊക്കെ നമ്മൾ കുറേ ഫോറസ്റ്റ് കവർ കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നാഷണൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാം, ഗ്രീൻ ഇന്ത്യ മിഷൻ, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി, ക്യാമ്പ എന്ന് പറയും. അങ്ങനെ MGNREGA, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ ഇവിടെയുള്ള അഫോറസ്റ്റേഷൻ ഇനീഷ്യേറ്റീവ്സ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫോറസ്റ്റ് കവർ ചേഞ്ച്, ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, എൻക്രോച്ച്മെൻറ്റ്, ഫോറസ്റ്റ് ഫയേഴ്സ്, ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ISFR റിപ്പോർട്ടിൽ തന്നെ വേറൊരു കാറ്റഗറി കൂടിയാണ് ഫോറസ്റ്റ് കാർബൺ സ്റ്റോക്ക്. നമ്മുടെ ഫോറസ്റ്റിൽ, ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ എത്രത്തോളം കാർബൺ സെക്വസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. കാർബൺ സെക്വസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്ങനെ മരങ്ങൾ കാർബൺ സെക്വസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കാർബൺ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? മരങ്ങളൊന്നും ചെയ്തില്ല. മരങ്ങൾ പിന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള അല്ലെങ്കിൽ സോയിലിൽ നിന്നൊക്കെയുള്ള ജലവും ലവണങ്ങളും അബ്സോർബ് ചെയ്തിട്ട് മരങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. വളരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ബയോമാസ് ക്രിയേറ്റ് ചെയ്യും. ബയോമാസ് എന്ന് പറഞ്ഞ മരങ്ങൾ എന്താ, അത് ഓഫ് കോഴ്സ് സെല്ലുലോസ് ആണ്. സെല്ലുലോസിൻ്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരങ്ങൾ വളരുമ്പോൾ ഒത്തിരി സെല്ലുലോസ് ഡെപ്പോസിഷൻ മരങ്ങളിലുണ്ടാവും. അപ്പോൾ ഈ സെല്ലുലോസ് ഡെപ്പോസിഷനിലൊക്കെ എന്തുണ്ട്, കാർബൺ ഉണ്ട്. കാർബൺ എവിടെ നിന്ന് എടുക്കുന്നു? അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലുലോസ് ആയിട്ട് കാർബണായിട്ട് മരങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കാർബൺ സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ കാർബൺ സെക്വസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ ടോട്ടൽ കാർബൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് 7,285 മില്യൺ ടൺസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞ അസസ്മെൻറ്റിനേക്കാളും 81 മില്യൺ ടൺസ് കൂടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആലോചിക്കുക, ഫോറസ്റ്റുകളൊക്കെ ഡെവലപ്പായി വരികയാണ്. ഇന്ന് കാണുന്ന ഫോറസ്റ്റ് അല്ല നാളെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇൻക്രീസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ 81.5 മില്യൺ ടൺസിന് ഇൻക്രീസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കാർബൺ സ്റ്റോക്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫോറസ്റ്റ് ടൈപ്പ്, ഡെൻസിറ്റി ആൻഡ് ഏജ് ഒക്കെ മാറുന്നതനുസരിച്ച് കാർബൺ സ്റ്റോക്കിംഗ് ഒക്കെ മാറാം. ബാംബു കോൺട്രിബ്യൂഷൻ, ബാംബു റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു കാർബൺ സെക്വസ്ട്രേഷൻ. എന്തുകൊണ്ടായിരിക്കും? ബാംബു ഭയങ്കര സ്പീഡിലായിട്ടായി വളരാം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്രാസ് സ്പീഷീസ് ആണ് ബാംബു, നിങ്ങൾക്കറിയാം.
അപ്പോൾ ബാംബു ഭയങ്കര സ്പീഡായിട്ട് വളരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബയോമാസസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കാർബൺ സെക്വിസ്റ്റർ ചെയ്യും. റെഡ് പ്ലസ് ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. റെഡ്യൂസിങ് എമിഷൻസ് ഫ്രം ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് പ്രകാരം ഒത്തിരി അഫോറസ്റ്റേഷൻ പരിപാടികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാർബൺ സ്റ്റോക്കിങ് നമുക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ബാംബു റിസോഴ്സസിൻ്റെ ഒരു സ്റ്റഡി നമ്മുടെ ISFRലുള്ള ഒരു പോർഷനാണ്. ടോട്ടൽ ബാംബു ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് 1,54,670 സ്ക്വയർ കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞ അസസ്മെൻറ്റിനേക്കാളും 5,000 സ്ക്വയർ കിലോമീറ്ററോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ബാംബുവിൻ്റെ ലൈവ്ലിഹുഡ് ഇത് പുവർ മാൻസ് ടിമ്പർ എന്നാണ് ബാംബുവിനെ പറയുക. അതായത് സാധാരണക്കാരൻ്റെ ടിമ്പറാണ്, സാധാരണക്കാരൻ ടിമ്പറായിട്ട് ഉപയോഗിക്കുന്ന ബാംബു ആണെന്ന് പറയുന്നത്. അപ്പോൾ ലൈവ്ലിഹുഡിന് പല ആൾക്കാരും വീട് നിർമ്മാണത്തിനുൾപ്പെടെ അല്ലെങ്കിൽ കരകൗശല നിർമ്മാണത്തിനുൾപ്പെടെയൊക്കെ ക്രാഫ്റ്റ് മേക്കിങ്ങിനൊക്കെ ആയിട്ട് ഒത്തിരി ബാംബു അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നാഷണൽ ബാംബു മിഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്രോസസ്സുകളൊക്കെ ഈ ഒരു ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അത് കൂടുതൽ മാർക്കറ്റിംഗ് മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇൻഡസ്ട്രി പൊട്ടൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഈ ബാംബു, അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴും സസ്റ്റൈനബിളായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമല്ലോ. ഒത്തിരി ബാംബു ഒന്നും ഒരുമിച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് പിന്നീട് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ടൈം കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇൻഡസ്ട്രി പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് സസ്റ്റൈനബിൾ ആയിട്ട് വേണം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പിന്നെ നമ്മുടെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഫോറസ്റ്റ് ഫയർ മോണിറ്ററിങ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞത് ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. ഡ്രൈ ഡെസിഡസ് ഫോറസ്റ്റ് ഹൈലി പ്രോൺ ടു ഫോറസ്റ്റ് ഫയർസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഫോറസ്റ്റ് ഫയർ മോണിറ്റർ ചെയ്യേണ്ട ഇഷ്യൂ ഭയങ്കര കൂടുതലാണ്. അതായത് ഈ നമ്മുടെ ഫോറസ്റ്റുകളൊക്കെ ഫയർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ മോണിറ്ററിങ് നമ്മുടെ ഫോറസ്റ്റിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വെച്ചിട്ട് തന്നെയാണ്. നമ്മുടെ സ്പേസിൽ കുറേ സൺസിങ്ക്രണസ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ സാറ്റലൈറ്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ ഭൂഖണ്ഡങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഫോറസ്റ്റ് ഫയർസ് ഒക്കെ ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് സ്പെക്ട്രൽ റെസൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുക. അവരുടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച്, ഇൻഫ്രാറെഡ് റേസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അലേർട്ട് മെക്കാനിസംസ് നടക്കുന്നുണ്ട്. അതേപോലെ അത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അത് നമ്മൾ പലപ്പോഴും ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പെൻഡൻറ്റ് കമ്മ്യൂണിറ്റീസിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള കീ ടേക്ക് അവേസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ട്രെൻഡാണ്. ഓവറോൾ ഇൻക്രീസ് ആണ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവറിലുള്ളത്. കുറേ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, കാർബൺ സെക്വസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത് റെഡ് പ്ലസ് പോലുള്ള ഇനിഷ്യേറ്റീവ്സ്, ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള ഇനിഷ്യേറ്റീവൊക്കെ നല്ല രീതിയിൽ ഫോറസ്റ്റ് കവർ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഡീഫോറസ്റ്റേഷൻ ഡ്രൈവേഴ്സ്, പല അഡ്രസ്സിങ് ഡീഫോറസ്റ്റേഷൻ പ്രഷേഴ്സ് ഫോർ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഈ പറയുന്ന പബ്ലിക് അവയർനെസ്സും ക്ലാസ്സസും അതുപോലെ ആൾക്കാരോടുള്ള ഫോറസ്റ്റിൻ്റെ മനോഭാവമൊക്കെ മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അവർക്ക് കൂടുതൽ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ട് ഇത് ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഫോറസ്റ്റ് ഫയർ മാനേജ്മെൻറ്റ്, ഫോറസ്റ്റ് ഫയറാണ് അൾട്ടിമേറ്റ് ത്രെറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന്. ഇപ്പോൾ ഫോറസ്റ്റ് ഫയർ മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടിന്യൂഡ് അസസ്മെൻറ്റ്, സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂഡ് ആയിട്ടുള്ള എഫേർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ നമുക്കൊന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ എയിം ഓഫ് ദ ഗ്രീൻ ഇന്ത്യ മിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഗ്രീൻ ഇന്ത്യ മിഷനെ കുറിച്ചിട്ട്. First statement is incorporating environmental benefits and cost into the union and state budgets, thereby implementing the green accounting. ഗ്രീൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിയൻ സ്റ്റേറ്റ് ബഡ്ജറ്റിലേക്കുള്ള ഒരു മെക്കാനിസം ആണെന്നാണ് ഗ്രീൻ ഇന്ത്യ മിഷനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയല്ല. ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അവിടെയുള്ള ഗ്രീനിങ് ഇനിഷ്യേറ്റീവ്സ് ആണ്. ഗ്രീനിങ് ഇനിഷ്യേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അമ്യൂണിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്
ഗ്രീൻ ഇന്ത്യ മിഷൻ. അപ്പോൾ ഓപ്ഷൻ 1 ഈസ് false. Launching the second green revolution to enhance agricultural output so as to ensure food security to one and all in the future. അങ്ങനെ ഒരു പ്രോസസ്സ് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം ഒന്നുമില്ല. സോ ഓപ്ഷൻ 2 ഈസ് ഓൾസോ റോങ്. Restoring and enhancing forest cover and responding to climate change by a combination of adaptation and mitigation measures. അത് കറക്റ്റാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ ലിസണിങ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ, അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഫോറസ്റ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയും നിലവിലുള്ള അവരുടെ ന്യൂമറിക്കൽ ടേംസിലുള്ള അതിൻ്റെ വാല്യൂസും അതിൻ്റെ അസസ്മെൻറ്റും അതിൻ്റെ എക്സ്റ്റെൻ്റൊക്കെയാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.